അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി നമ്മളിന്നൊരു ബീഫ് ടിക്ക ഉണ്ടാക്കാൻ പോവാണ്. തുടങ്ങിയല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മളെ കട്ടിംഗ് ബോർഡാണ്. ഇവിടെ വെച്ച് നമ്മൾ ബീഫ് കട്ട് ചെയ്യാണ്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇറച്ചി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. ഇനി നമ്മളിതിലേക്കുള്ള മസാല ചേർക്കാൻ പോവാണ്. ഇത്ര പോകുന്ന പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഇതിന് നമ്മൾ സ്റ്റിക്കൊക്കെ റെഡി ആക്കിയിട്ട് അതിൽ ഫിക്സ് ചെയ്യണം. നമുക്ക് മസാല ഇടാം. സാൾട്ട്, കുറച്ച് പെപ്പർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കബാബ് പൗഡർ, കബാബ് മസാല, അല്ലെ ടിക്ക മസാല എന്ന് പറയാം, കൊറിയൻഡർ പൗഡർ, കുറച്ച് മുളക് പൊടി, കാശ്മീർ ചില്ലി മിക്സ് ചെയ്തിട്ടുള്ള പൗഡർ, അടുത്ത ജീരകപ്പൊടി, garlic ginger paste,
ഇത് ഉണക്കമുളക് പൊടിച്ചത് കുറച്ച്. ഇത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്. നല്ല മിക്സ് ആക്കാം. നല്ല മണം വരുന്നുണ്ടല്ലേ. ഇപ്പം പച്ചക്ക് തിന്നരുത് കേട്ടോ. ഞാനത് അവിടെ മൂടി വെക്കും. ഇനി എടുത്ത് തിന്നാൻ പാടില്ല കേട്ടോ, വേവിച്ചിട്ടില്ല. മണം ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് തിന്നരുത്. ആകെ പുറത്തേക്ക് മുളക് ഒരു ചെറുനാരങ്ങ മൊത്തം നമ്മൾ തിരിപ്പിക്കാൻ പോവാം. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം നമ്മളിത് അടച്ച് വെക്കുന്നു. അടുത്തത് കുറച്ച് ഓയിൽ ഒഴിക്കണം. മതി. നല്ല സെറ്റായി പോട്ടെ കേട്ടോ. മതി. നമ്മൾ ഈ പെട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ചിരട്ടക്കണൽ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ മതി മതി മതി. രണ്ട് കർപ്പൂരം ഇട്ട തീ പിടിക്കുള്ളൂ.
ചൂട് ചൂട് ചൂട്. ഇതൊക്കെ തിന്നോ? ആ